സർക്കാർ പലതും മാറി മാറി ഭരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനങ്ങളുമില്ല. അത് അന്നുമില്ല എന്നുമില്ല. ഇന്നിപ്പോൾ നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ജീവിക്കണ്ടേ? കൂലിപ്പണി എടുക്കുന്നവന് ഇപ്പോൾ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നത് കൊണ്ട് എന്ത് സാധനം മേടിക്കാക്കും? എത്ര ദിവസം കൂലിപ്പണിക്ക് വാക്കും? അതൊക്കെയാണ് കാര്യങ്ങൾ. സർക്കാർ പലതും മാറി മാറി ഭരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനങ്ങളുമില്ല. അത് അന്നുമില്ല എന്നുമില്ല. ഇന്നിപ്പോൾ നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പാവപ്പെട്ടവർ ഒരുപാട് ജനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണ്ടേ. ഒരു നേരത്തെ അന്നം കഴിക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടി നടക്കുന്നവരാ. എല്ലാവരും കൂലിപ്പണിക്കാരല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം, അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഏത് ഭരണമായാലും ഇപ്പോൾ കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെ സഹായിക്കുക. കേരളത്തിൽ തുടർച്ചയായി ഭരണം കൈവരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ഉടൻ തന്നെ അരങ്ങൊഴിയുകയാണ്. അപ്പോൾ അവസാനമായിട്ട് അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത്? പൊതുജനങ്ങൾക്കുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. ഇപ്പം മുഖ്യമന്ത്രി ഇപ്പം ഭരണത്തിൽ നിന്ന് ഇറങ്ങും, കാലാവധി തീരാറായി. എന്തായിരിക്കും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ളത്? എനിക്കിവിടുത്തെ പറയാനില്ല. ഭരണം അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച ഇത്രയും നാൾ ഭരിച്ചതിനെ കുറിച്ചോ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇല്ല, നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരിക്കുന്നു? പൊതുജനങ്ങൾക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു പൊതുജനങ്ങൾ പറഞ്ഞിട്ട് കാര്യം കേൾക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞിട്ട് കേൾക്കും. നമ്മൾ സാധനം കേട്ടിട്ടാണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കും. ഇതൊന്നും കാണണമെങ്കിൽ തന്നെ നമ്മൾ എത്ര നേരം പിന്നെ കടലിൽ കാത്തിരിക്കണം. നല്ല ഭരണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നാട്ടിൽ ജനങ്ങൾക്ക് പിന്നെ വെള്ളക്കരം കൂടുതൽ, അതുപോലെ തന്നെ പല സാധനവും കൂടുതൽ മേടിക്കുന്നത് വീട്ടുകാരൻ. അതുപോലെ പല സാധനങ്ങളും കൂടുതലാണ്. കറണ്ട് ബില്ല് ചാർജ് കൂടുതൽ. പിന്നെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഇതൊക്കെയാണ് പൊതുവിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം. 32 കിലോ അരിക്ക് ഇപ്പം 56 രൂപ വിലയാണോ വെച്ചേ തന്നെ? എല്ലാ സാധനങ്ങളും വില കൂടി. പൊതുജനങ്ങൾ ഈ പറയുന്ന പാവട്ടങ്ങൾ എന്ത് ചെയ്യും? ജീവിക്കണ്ടേ? കൂലിപ്പണി എടുക്കുന്നവന് ഇപ്പോൾ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നത് കൊണ്ട് എന്ത് സാധനം മേടിക്കാക്കും? എത്ര ദിവസം കൂലിപ്പണിക്ക് വാക്കും? അതൊക്കെയാണ് കാര്യങ്ങൾ. സർക്കാർ പലതും മാറി മാറി ഭരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനങ്ങളുമില്ല. അത് അന്നുമില്ല എന്നുമില്ല. ഇന്നിപ്പോൾ നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പാവപ്പെട്ടവർ ഒരുപാട് ജനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണ്ടേ. ഒരു നേരത്തെ അന്നം കഴിക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടി നടക്കുന്നവരാ. എല്ലാവരും കൂലിപ്പണിക്കാരല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം, അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഏത് ഭരണമായാലും ഇപ്പോൾ കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെ സഹായിക്കുക. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. ഇപ്പം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഭരണകാലാവധിയൊക്കെ കഴിയാറായി. എന്താണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്? ഇത്രയും ഭരിച്ച് കൊളമാക്കിയതിന് നന്ദി, അതാണോ പറയാനുള്ളത്? അത് മാത്രമേ അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാര്യം? എന്താണ്? പല കാര്യത്തിനും പല ഇതിനും ഒന്നും പറയാനില്ല. നമ്മളൊരു ഭരണകാലാവധിയൊക്കെ അവസാനിക്കാറായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിയാറായി. എന്തായിരിക്കും അദ്ദേഹത്തോട് പറയാനുള്ളത്? ഇത്രയും വർഷത്തോളം പറയാനില്ല. ഇത്രയും ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. എല്ലാത്തിനും വളരെ നന്ദിയുണ്ട്. ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ തുടർച്ചയായ ഭരണത്തിലും എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. കുഴപ്പമൊന്നുമില്ല. കൂടുതലൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. സാറ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ റോഡ് വികസനവും അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വണ്ടികളുടെ ലഭ്യത തന്നെ ഇപ്പോൾ സർക്കിൾ ബസ് തന്നെ ഒരുപാടുണ്ട്. അപ്പം എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയായിരുന്നു. കാലാവധിക്ക് കഴിയാറായി. അടുത്ത ഇലക്ഷനൊക്കെ ആകാറായി. മുഖ്യമന്ത്രിയോട് എന്താ പറയാനുള്ളത്? ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും തുടർന്ന് ചെയ്യണം. ഭരണം അവരുടെ കയ്യിലാണെങ്കിൽ ആണെങ്കിൽ ഇപ്പം കൊടുക്കുന്ന പെൻഷൻ തന്നെ ഇപ്പോൾ 2000 രൂപ പരിഷ്കരിച്ച പെൻഷൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണമെന്നും പിന്നെ ഇത് ഇപ്പം ചെയ്യണം ഡെവലപ്മെൻറ്റ് ഒക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭരണമൊക്കെ അവസാനിക്കാറായി. അടുത്ത ഇലക്ഷൻ ആവാറായി. ഇനി പുതിയൊരു മുഖ്യമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രി ആയിരിക്കും. എന്തായാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? എനിക്കിപ്പോൾ തൽക്കാലം നല്ലൊരു പറയാനേ ഉള്ളൂ. എന്തു പറയാൻ?
മുഖ്യമന്ത്രി ഇപ്പൊ അദ്ദേഹത്തോട് അവസാനമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു തുടർ ഭരണം കാലഘട്ടം. അദ്ദേഹം വന്നതിന് എല്ലാവർക്കും ജോലി കിട്ടി. കൂടുതലും പേർക്ക് ഈ പ്രായം നോക്കാതെ തന്നെ ഒരുപാട് ജോലി കിട്ടി. പിന്നെ ഇനി അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണം. ചേട്ടാ, മുഖ്യമന്ത്രിയുടെ ഒക്കെ ഭരണം ഏകദേശം അവസാനിക്കാറായി, ഇനി പുതിയ ഇലക്ഷനൊക്കെ ആവാറായി. എന്താണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്? മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇനി മാറി അടുത്ത് പുതിയ പാർട്ടി കൊടുക്കുക എന്നാണ്, പുതിയ ആളിന്. ഈ മുഖ്യമന്ത്രി തന്നെ തുടർച്ചയായിട്ട് ഭരിക്കണമെന്ന് ആഗ്രഹമില്ലേ? തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. എന്താണ്? പുതിയ പുതിയ ആൾക്കാർ വരട്ടെ, പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പരിഷ്കാരങ്ങളും ഒക്കെ വരുന്നതിന് വേണ്ടി ഒരു തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ ഇലക്ഷനൊക്കെ ആകാറായി, മുഖ്യമന്ത്രിയുടെ ഭരണമൊക്കെ അവസാനിക്കാറായി. മുഖ്യമന്ത്രിയോട് അവസാനമായിട്ട് എന്തായിരിക്കും പറയാനുള്ളത്? നമുക്ക് എന്തിനാ പറയാനുള്ളത്? നന്നായിരുന്നു. ഇനിയും ഉള്ള കാര്യങ്ങളിലും മുഖ്യമന്ത്രി ആണേലും അല്ലേലും സപ്പോർട്ട് ചെയ്യണം. എന്ത് പറയും? പിണറായി വിജയൻ സർക്കാർ തന്നെ വീണ്ടും വരണമെന്നാണോ? അല്ല, നമുക്ക് അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല ഭരണം ആരാണേലും ഇനിയാണേലും മുഖ്യമന്ത്രി സപ്പോർട്ട് കൊടുക്കണം. ആര് ഭരിച്ചാലും മുഖ്യമന്ത്രിയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അത് തന്നെയാണ് തീരുമാനം. അതാണ് മുഖ്യമന്ത്രിനെ കാണുമ്പോൾ പറയാനുള്ളത് അവസാനമായിട്ട് പറയാനുള്ളത്. അതായത് നമ്മൾ അല്ലേ ഇത്രയും നാൾ നന്നായി ഭരിച്ചതിന് നന്ദി, അത് തന്നെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയാണെങ്കിൽ എന്താവശ്യമെന്ന് ദൈവത്തിനറിയാം. അപ്പം ഒരിക്കലും കേരളത്തെ മറക്കാതെ സാറ് സപ്പോർട്ട് കൊടുക്കണം.